ഓവർലോഡ് ചുമക്കണോ സതീശൻ? വി.ഡി. സതീശനും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയെങ്കിലും വകുപ്പ് വിഭജനം നീളുകയാണ്. ഏതെല്ലാം വകുപ്പ് ആർക്കൊക്കെ നൽകണം എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും തർക്കം തുടരുന്നു. കോൺഗ്രസിലെ ആദ്യത്തെ തർക്കം നമുക്കറിയാം, ആരാണ് മുഖ്യമന്ത്രി എന്നതിനെ സംബന്ധിച്ചായിരുന്നു ആദ്യത്തെ തർക്കം. പിന്നീട് രണ്ടാമത് വന്ന തർക്കം എന്ന് പറയുന്നത് മന്ത്രിമാർ ആരെല്ലാമാണ് എന്നുള്ളതാണ്. മൂന്നാമത്തെ തർക്ക വിഷയമായി ഇപ്പോൾ കോൺഗ്രസിന് മുന്നിൽ നിൽക്കുന്നത് ഏതെല്ലാം വകുപ്പുകൾ ആർക്കെല്ലാം കൊടുക്കണം എന്നത് സംബന്ധിച്ചാണ്. മീഡിയയിൽ പലതരത്തിലും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനം വരുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം അതല്ല. വകുപ്പുകൾ തീരുമാനിച്ച ശേഷം ഗവർണർക്ക് കൈമാറും. അതിനുശേഷം വിജ്ഞാപനം വഴിയാണ്, ഗസറ്റിലെ വിജ്ഞാപനം വഴിയാണ് അന്തിമമായി മന്ത്രിമാരെയും അവരുടെ വകുപ്പുകളെയും തീരുമാനിക്കുന്നത്. ഏതെല്ലാം മന്ത്രിമാർക്ക് ഏതെല്ലാം വകുപ്പുകളാണ് എന്ന് ആ അന്തിമ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. ബാക്കിയൊക്കെ ഊഹാപോഹങ്ങളാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, നമുക്ക് വ്യക്തതയുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളും, രണ്ട്, ആഭ്യന്തരമന്ത്രിയുടെ വകുപ്പുകളും. അതായത് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ സ്വീകരിച്ചിട്ടുള്ള വകുപ്പുകൾ, നിയമവകുപ്പ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, ധനകാര്യ വകുപ്പ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, തുറമുഖ വകുപ്പ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, അതേപോലെ തന്നെ PRD പൊതുഭരണ വകുപ്പ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ഈ 4 വകുപ്പുകളാണ് സതീശൻ കൈവശം വെച്ചിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പിന്റെയും വിജിലൻസിന്റെയും ചുമതല അദ്ദേഹത്തിനാണ്. ഈ 2 പേരുടെ കാര്യങ്ങളിൽ മാത്രമേ നമുക്കൊരു വ്യക്തത ഇതുവരെ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ഇന്ന് ഗവർണർ തിരുവനന്തപുരത്തില്ല, അദ്ദേഹം തൃശ്ശൂരിലാണുള്ളത്. അദ്ദേഹം മടങ്ങി വന്നതിന് ശേഷം മാത്രമേ ഇത്തരത്തിൽ വകുപ്പുകൾ ഏതെല്ലാമാണെന്ന് വിഭജിച്ച് ശേഷം ആ പട്ടിക കൈമാറാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇപ്പോഴും അന്തിമമായി ഒരു തീരുമാനം ആയിട്ടില്ല. ആർക്കൊക്കെ എന്തെല്ലാം വകുപ്പുകൾ കൊടുക്കണം എന്നതിനെ സംബന്ധിച്ച് ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, വി.ഡി. സതീശന്റെ കയ്യിലാണ് നിർണായകമായ ധനകാര്യ വകുപ്പ് ഉള്ളത് എന്നാണ്. ആഭ്യന്തര വകുപ്പും ധനകാര്യ വകുപ്പുമാണ് ഒരു മന്ത്രിസഭയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വകുപ്പുകൾ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് മിക്ക മുഖ്യമന്ത്രിമാരും ആഭ്യന്തരം കൈയാളുന്നത്. വി.എസ്. അച്യുതാനന്ദന് മാത്രമേ അങ്ങനെ ഒരു ദുരവസ്ഥ വന്നിട്ടുള്ളൂ നമുക്ക് ഈ സമീപകാലത്ത്. പക്ഷെ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് സതീശന്റെ കയ്യിലില്ല, പകരം അദ്ദേഹത്തിന്റെ ധനകാര്യ വകുപ്പാണ് ഉള്ളത്. ധനകാര്യ വകുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ്. ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ടാണ് ഈ ധനകാര്യ വകുപ്പ് ഇരിക്കുന്നത്. ആ ധനകാര്യ വകുപ്പ് ഉപയോഗിച്ച് ഒരു MLA പോലും ദുർബലനാക്കാൻ വി.ഡി. സതീശന് കഴിയും. കാരണം ഫണ്ട് അനുവദിക്കാതിരുന്നാൽ മതി, ആ പദ്ധതി അവിടെ മുടങ്ങിപ്പോകും. മന്ത്രിമാരെ നിയന്ത്രിക്കാൻ കഴിയും, അവർക്ക് ഈ ഫണ്ട് അനുവദിക്കാതിരുന്നാൽ മതി. ഒന്നാമത് തന്നെ ഇപ്പോൾ ഖജനാവ് കാലിയാണെന്നുള്ള പ്രചരണം ശക്തമാണ്. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശൻ ധനകാര്യ വകുപ്പ് കയ്യിൽ വെക്കുന്നിടത്തോളം കാലം അദ്ദേഹം ശക്തനാണ്. കാരണം ഏത് മന്ത്രിയെ വേണമെങ്കിലും ഈ ധനകാര്യ വകുപ്പ് ഉപയോഗിച്ച് നിയന്ത്രിക്കാനും ഒതുക്കാനും അദ്ദേഹത്തിന് കഴിയും. അവിടെയാണ് KC പക്ഷം ഒരു വലിയൊരു വാദം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ 2 പിണറായി സർക്കാരിന്റെ കാലത്തും ധനകാര്യ വകുപ്പ് പ്രത്യേക മന്ത്രിമാരാണ് അതിന്റെ ചുമതല ഏറ്റെടുത്തത്. കഴിഞ്ഞ തവണ ബാലഗോപാലായിരുന്നു, അതിനു മുൻപ് തോമസ് ഐസക് ആയിരുന്നു, നമുക്കറിയാവുന്ന പോലെ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ്. അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വകുപ്പാണ് ഈ ധനകാര്യ വകുപ്പ് എന്ന് പറയുന്നത്. വളരെ ശ്രമകരമായ ഒരു വകുപ്പാണ്. കാരണം തുക വിനിയോഗിക്കുന്നതനുസരിച്ച് മാത്രമേ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ. ആ പദ്ധതികൾ വരുന്നതനുസരിച്ച് മാത്രമേ സംസ്ഥാനത്തിന്റെ വികസനം നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ധനകാര്യ വകുപ്പ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് തന്ത്രപൂർവ്വം സതീശൻ കൈവശം വച്ചിരിക്കുകയാണ്. ആ വകുപ്പ് മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കണമെന്നാണ് KC പക്ഷത്തിന്റെ ഇപ്പോഴത്തെ നിലപാട്. എന്നാൽ വി.ഡി. സതീശൻ അതിന് വഴങ്ങുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ധനകാര്യ വകുപ്പ് കൂടി കൈവശം ഇല്ലാതായാൽ വളരെ ദുർബലനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് താനെന്ന് സതീശൻ സ്വയം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് KC പക്ഷത്തിന്റെ ഇത്തരമൊരു സമ്മർദ്ദത്തിന് വഴങ്ങാതെ അദ്ദേഹം ധനകാര്യ വകുപ്പ് കൈവശം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ സതീശന് ആഭ്യന്തരമില്ല എങ്കിൽ പോലും മറ്റുള്ള മന്ത്രിമാരെ നിയന്ത്രിക്കാനും MLA മാരെ പോലും തന്റെ ചൊൽപ്പടിയിൽ നിർത്താനും അദ്ദേഹത്തിന് കഴിയും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.